ആവേശകരമായ ചർച്ചകൾക്കും നാടകീയ രംഗങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും വഴിയൊരുക്കി വഖഫ് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കുമെന്ന് ഉറപ്പായി. രാജ്യചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ നിയമ ഭേദഗതിയാണ് 8 മണിക്കൂർ ചർച്ചയ്ക്കൊടുവിൽ ആദ്യ കടമ്പ കടക്കുന്നത്. കോൺഗ്രസും CPM-ഉം അടക്കം പ്രതിപക്ഷ കക്ഷികളുടെ എതിർപ്പ് സഭ തള്ളി. ഏത് സ്വത്തും സ്വന്തമാക്കാൻ വഖഫ് ബോർഡിന് അനുമതിയേകുന്ന, അവർക്ക് ഭരണഘടനയ്ക്ക് മേലുള്ള അവകാശങ്ങൾ നൽകുന്ന 40-ാം വകുപ്പ് ഉൾപ്പെടെ നിരവധി വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത ബില്ലാണ് അവതരിപ്പിച്ചത്. KCBC-യും CBCയും മറ്റുള്ള പ്രധാന ക്രിസ്ത്യൻ സംഘടനകളുടെ അഭ്യർത്ഥനകളെ പാടെ നിരാകരിച്ചാണ് കോൺഗ്രസ് ബില്ലിനെ എതിർത്തത്. ബില്ലിനെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി എതിർത്തു. എന്നാൽ BJP നേതൃത്വത്തിലെ NDA സഖ്യകക്ഷികളായ JDU, TDP, JDS, ജനസേന, LJP തുടങ്ങിയവരെല്ലാം ബില്ലിനെ പിന്തുണച്ചു. ബിൽ രാജ്യസഭയും പാസാക്കിയാൽ നിയമമാകും. മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാക്കുന്ന ബില്ലിനെ കേരളത്തിന്റെ MP-മാർ പിന്തുണയ്ക്കണമെന്നായിരുന്നു ക്രിസ്ത്യൻ സംഘടനകളുടെ ആവശ്യം. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത MP-മാരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, CPM നേതാവ് K രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ എന്നിവർ ഒരേ സ്വരത്തിൽ ബില്ലിനെ എതിർത്തു. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവാണ് ഉച്ചയ്ക്ക് 12-ന് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ ആവശ്യമനുസരിച്ചാണ് ബിൽ JPC-ക്ക് വിട്ടതെന്നും സമിതി ഭേദഗതികൾ ഉൾപ്പെടുത്തിയാണ് സഭയിൽ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ബിൽ നിയമമാകുന്നതോടെ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാകും. കേരളത്തിലെ മുനമ്പത്ത് 600-ഓളം കുടുംബങ്ങളുടെ ഭൂമിക്കാണ് വഖഫ് അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. KCBC, CBCI തുടങ്ങിയവരെല്ലാം ബില്ലിനെ പിന്തുണച്ചതായും ആഭ്യന്തരമന്ത്രി അമിത് ഷാ എടുത്തുകാട്ടി.